എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മയുടെ അറിവുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന കഴിഞ്ഞ വീഡിയോയുടെ ഒരു തുടർച്ചയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂസ് തുറന്നാൽ ഇന്നത്തെ സംഭവങ്ങളെല്ലാം കേൾക്കുമ്പോൾ പണ്ടത്തെ സിനിമകളിൽ കാണുന്ന പോലെയാണ് ഇന്ന് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, അല്ലേ? നമ്മൾക്കിത് കേൾക്കുമ്പോൾ എന്തുമാത്രം വേദനയാണ്. എന്തൊരു കഷ്ടം, ഈ മക്കളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. മയക്കുമരുന്നുകൾ എവിടെയും സുലഭമായിട്ട് കിട്ടുന്നു, ഇല്ലേ? അതിൻ്റെ പ്രധാന കാരണം എന്താ? അത് മേടിക്കാൻ ആളുള്ളതുകൊണ്ടല്ലേ. അപ്പോൾ നമ്മൾ മയക്കുമരുന്ന് വിൽക്കുന്നവരെ സ്റ്റോപ്പ് ചെയ്യണം, ഓഫ് കോഴ്സ്. പക്ഷേ മയക്കുമരുന്ന് മേടിക്കുന്നവരെയാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. അത് ഉപയോഗിക്കുന്നവരെയാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. മേടിക്കാൻ ആളില്ലെങ്കിൽ ആരും കൊടുക്കില്ലല്ലോ. ഓക്കെ, അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. നമ്മൾക്ക് എങ്ങനെയത് ചെയ്യാൻ പറ്റും? ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞത് ഫ്രീഡം ഓഫ് ലവ്. കുട്ടികൾക്ക് മാതാപിതാക്കളോട് എല്ലാം തുറന്ന് സംസാരിക്കാനുള്ള ഒരു ഫ്രണ്ട്ലി, മക്കളും പാരൻസുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഉണ്ടാക്കണമെന്ന്. അതായത് അങ്ങനെയുള്ളൊരു ഫ്രീഡം ഓഫ് ലവ്. ഓക്കെ, നമ്മൾക്ക് ഇന്ന് എനിക്ക് ചിന്തിച്ചപ്പോൾ കിട്ടിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഉത്ഭവം, അതായത് ഒരു മരം നശിപ്പിക്കണമെങ്കിൽ അതിൻ്റെ വേരോടെ പിഴുതു കളയണം, അല്ലേ? അതുപോലെ ഒരു മരം വളർത്തണമെങ്കിൽ അതിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് അല്ലെങ്കിൽ അതിന് ശുശ്രൂഷ ചെയ്ത് വളർത്തണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഈ മയക്കുമരുന്നിൻ്റെ ശീലം ഉണ്ടാവാതിരിക്കാൻ ആദ്യം നോക്കുക. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അതാണ് എല്ലാ മെഡിക്കൽ ഫീൽഡിലും എല്ലായിടത്തും അതാണ് നല്ലത്. അപകടം വരാതിരിക്കാൻ നോക്കുക. വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അതാണല്ലോ. അസുഖങ്ങൾ വരാതിരിക്കാൻ നോക്കുക. അപ്പോൾ എല്ലാ കാര്യവും നമ്മൾ പ്രതിരോധിക്കാൻ നോക്കുക. ആദ്യം പ്രതിരോധം വരാതിരിക്കാൻ നോക്കുക. എങ്ങനെ നമുക്ക് തടയാൻ പറ്റും? അതിന് നമ്മൾക്ക് ഏറ്റവും ആദ്യം ചെയ്യാവുന്നത്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബേസിക് സ്നേഹം തന്നെയാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഉപകാരമാവുന്ന വിധത്തിലുള്ള സ്നേഹം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് തന്നെ. ഇന്നിവിടെ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇത് കുട്ടികൾ ഈ മയക്കുമരുന്നിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാവണം, അല്ലേ? നമ്മളവർക്ക് പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെയുള്ള അപകടങ്ങളുണ്ട്. ഇപ്പോൾ ഡ്രൈവിങ്ങിന് പോകുന്നതിന് മുമ്പ് ഡ്രൈവിംഗ് തിയറി എടുക്കണം, പിന്നെ പ്രാക്ടിക്കൽ പാസ്സാവണം. അപ്പോൾ ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുകയാണ്, എങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ അപകടങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കാം. അതുപോലെ നമ്മളുടെ കുട്ടികളെ ഇന്നത്തെ കാലത്തുള്ള ഈ മയക്കുമരുന്ന് വരുന്ന പല രീതികളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഒരു ഉദാഹരണത്തിന്, ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, പ്രൈമറി സ്കൂളിൽ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് വെറുതെ ഒരു ചെറിയ മിഠായിയാണ്. ഏത് കുട്ടിയും മിഠായി കണ്ട, വലിയവർ തന്നെ അല്ലേ, മിഠായി കണ്ട ഓടിച്ചെന്ന് മേടിച്ച് കഴിക്കും. അത് വെറുതെ കിട്ടുമ്പോൾ പൈസ തൊട്ട് കൊടുക്കുകയും വേണ്ട. ഓക്കെ, അപ്പോൾ ആ മിഠായിയുടെ അകത്ത് ചെറിയൊരു ഡോസ് മയക്കുമരുന്ന് ഒളിഞ്ഞിരിപ്പുണ്ട് എങ്കിൽ ആ മിഠായിക്ക് വേണ്ടി കുട്ടി പിന്നെ ആഗ്രഹിക്കും. അപ്പോൾ നമ്മൾ വീട്ടിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം, ഇങ്ങനെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന്, കൂട്ടുകാരായിരിക്കും ചിലപ്പോൾ കൊടുക്കുന്നത്. ഇപ്പോൾ പണ്ടൊക്കെ പറയും, ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ എൻ്റെ പാരൻസ് പറയും, പരിചയമില്ലാത്തവർ ആരെന്ത് വന്നാലും വാങ്ങി കഴിക്കരുത്. അത് എത്രയോ വർഷം മുമ്പ്, എനിക്ക് 60 കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് മുമ്പേ തന്നെ പാരൻസ് അന്ന് പറയുമായിരുന്നു. പക്ഷേ അന്നത്തെ കുട്ടികൾ അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുകയും, അതെ എൻ്റെ പാരൻസ് പറയുന്നത് എൻ്റെ ഉപകാരത്തിനാണ്, എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കി അത് മുഴുവനായിട്ട് സ്വീകരിച്ചിട്ട്, അതുപോലെ ഇപ്പോഴും ഞാനങ്ങനെ എന്തെങ്കിലും പരിചയമില്ലാത്ത ആരെങ്കിലും തന്നാൽ ഞാൻ വാങ്ങിക്കാൻ ശ്രദ്ധിക്കില്ല. കാരണം എൻ്റെ മനസ്സിൽ അന്ന് പറഞ്ഞത് കിടപ്പുണ്ട്. അപ്പോൾ അതുപോലെ കുട്ടികളുടെ മനസ്സിലേക്ക് ഇത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ വേരൂന്നണം. ഒത്തിരി ബളബളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആക്ച്വലി അതിൻ്റെ കാമ്പ് മാത്രം എന്ന് പറയാൻ, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രം കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ മയക്കുമരുന്ന് ഏതൊക്കെ രീതിയിൽ വരുന്നു എന്നുള്ളത് കുഞ്ഞു ക്ലാസ്സുകളിലാണെങ്കിൽ മിഠായിയുടെ രൂപത്തിൽ, കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ പലതരം വേപ്സ്, അത് വലിക്കുന്നത്, ശ്വസിക്കുന്നത്, പൊടികൾ, ഇങ്ങനെ ഒരുപാട് ഇതുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അതൊക്കെ പാരൻസ് മനസ്സിലാക്കിയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ കുട്ടികൾ ഒരിക്കലും അത് ഇനിഷ്യലി തന്നെ, ആദ്യത്തെ പ്രൈമറി സ്റ്റേജ്, അതായത് തുടക്കത്തിൽ തന്നെ അത് ഉപയോഗിക്കത്തില്ല.
അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വരുന്ന കാര്യം, നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുട്ടികളുടെ മനസ്സിലേക്ക് വേരൂന്നി ചെല്ലണം. അതുകൊണ്ട് നമ്മൾ അവരോട് ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ, ഫ്രീഡം ഓഫ് ലവ്, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയതിന് ശേഷമാണ് കുട്ടികളോട് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അതായത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അതുപോലെ തന്നെ സ്കൂളിൽ ടീച്ചേഴ്സും ഇതൊരു, എനിക്ക് തോന്നുന്ന ഈ മയക്കുമരുന്നിൻ്റെ ദൂഷ്യങ്ങളും അത് വരുന്ന രീതികളും ഒരു കരിക്കുലം നമ്മുടെ സ്കൂളിലെ പാഠപുസ്തകത്തിൽ ചേർക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഒരു അപകടം വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപകടത്തിൽ നിന്ന് കുട്ടികൾ ഒഴിഞ്ഞു മാറുമല്ലോ. ഇപ്പം ഞാൻ ഈ ഡ്രൈവിങ്ങിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അപ്പോൾ എല്ലാത്തിൻ്റെയും ബേസിക്കായിട്ട് അതിൻ്റെ ദൂഷ്യവശങ്ങൾ കുട്ടിയിട്ട് പറഞ്ഞു കൊടുക്കണം. ആക്ച്വലി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിൽ ഒരു നല്ല വശവും ഇല്ല, ദൂഷ്യം മാത്രമേ ഉള്ളൂ. കാരണം പെട്ടെന്ന് നമ്മൾ അടിമയാവുന്ന ഒരു ദുശ്ശീലമാണ് അത്. സിഗരറ്റിനേക്കാളും ആൽക്കഹോളിനേക്കാളും ദുശ്ശീലമാണ് മയക്കുമരുന്നിന് അടിമയാവുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ നോർമലായിട്ടുള്ള ബുദ്ധി അല്ല വർക്ക് ചെയ്യുന്നത്. ഞാനൊക്കെ പണ്ട്, ഞാൻ നേഴ്സാട്ടോ, നേഴ്സിംഗ് പഠിച്ച സമയത്ത് കാക്കനാട് മെൻ്റൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ പോയപ്പോൾ പല അന്നും ഉണ്ട് ഇതൊക്കെ. യുവതലമുറയിൽപ്പെട്ടവർ ചെറുതായിട്ട്, അതായത് ഇപ്പോൾ ഒരു 50 പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ അതിലൊരാളായിരിക്കും മയക്കുമരുന്നിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് മെൻ്റൽ രോഗികളായിട്ട് വന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ ചെറിയ ചെറിയ ഹോസ്പിറ്റലുകൾ 5-10 പേർക്ക് വേണ്ടി റീ അഡിക്ഷൻ സെൻ്ററൊക്കെ തുറന്നത് വിതിൻ എ മന്ത് ഫുള്ളാവാണ്. അത്രയ്ക്കും ആളുകൾ മയക്കുമരുന്നിന് അടിമയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പോയിൻ്റ്, കുട്ടികളെ മയക്കുമരുന്നിൻ്റെ ദൂഷ്യവശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് അവരെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് അവരുടെ മനസ്സിനെ നമ്മൾ ആദ്യം പാകപ്പെടുത്തണം. പാരൻസ് പറയുന്ന അവരുടെ നന്മയ്ക്കാണ്. പണ്ടൊക്കെ ഒരു ടീനേജ് വരെ പിള്ളേർ പാരൻസിൻ്റെ പിന്നാലെ നടന്നവർ പറയുന്നത് കേൾക്കുമായിരുന്നു. ഇപ്പോൾ പ്രൈമറി സ്കൂൾ മുതലേ ഫ്രണ്ട്സാണ് അവർക്ക് ഇമ്പോർട്ടൻ്റ്. സോ പാരൻസ് ഇമ്പോർട്ടൻ്റ് ആണെന്നും പാരൻസിൻ്റെ സ്നേഹത്തിൽ കൂടെ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അപകടം ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇതാണ് എൻ്റെ ഇന്നത്തെ ചിന്താശകലം. നിങ്ങളുടെ കുട്ടികളുമായിട്ട്, അതിപ്പോൾ ഒരുപക്ഷെ എൻ്റെ വീഡിയോ കാണുന്നതൊക്കെ എൻ്റെ പ്രായമുള്ളവരായിരിക്കും, കുട്ടികളൊക്കെ വലുതായി കാണും. പക്ഷേ ഗ്രാൻഡ് ചിൽഡ്രനെ നമുക്ക് ശ്രദ്ധിക്കാം. അതുപോലെ കസിൻസിൻ്റെ കുട്ടികളെ ശ്രദ്ധിക്കാം. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിച്ച് എങ്ങനെ നമ്മുടെ രാജ്യത്തെ മയക്കുമരുന്നിൽ നിന്ന് രക്ഷപ്പെടുത്താം എന്ന് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ ടുഡേ. അടുത്ത എപ്പിസോഡുമായി അടുത്ത ദിവസം കാണാം. ബൈ.